അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫേസിന്റെ നേതൃത്വത്തിൽ അക്ഷയ പ്രൊജക്ട് ആലപ്പുഴ ജില്ലാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കെ-സ്മാർട്ട് പോർട്ടൽ ഉപയോഗിച്ച് ഓൺലൈനായി ചെയ്യുന്ന സേവനങ്ങൾക്ക് സംരംഭക സംഘടനയോട് ആലോചിക്കാതെ തുച്ഛമായ വേതന നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് IT വിവരസാങ്കേതിക വിദ്യാ വകുപ്പ് പുറത്തിറക്കിയ ഓർഡർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംരംഭകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സംരംഭകരോട് ആലോചിക്കാതെ വേതന നിരക്കുകൾ ഏകപക്ഷീയമായി തീരുമാനിക്കരുത് എന്ന ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നതെന്ന് സംരംഭകർ ആരോപിക്കുന്നു. കെ-സ്മാർട്ട് സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമല്ല, വിവിധ അനധികൃത ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയും നിലവിൽ ചെയ്തു നൽകുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളെ നിയന്ത്രിക്കണമെന്ന സർക്കാരിന്റെ മുൻ ഉത്തരവ് നടപ്പിലാക്കാതെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രം തുച്ഛമായ നിരക്ക് നിശ്ചയിച്ചത് നീതിനിഷേധം ആണെന്ന് സംരംഭകർ ചൂണ്ടിക്കാട്ടുന്നു. സമരത്തോടനുബന്ധിച്ച് അക്ഷയ ജില്ലാ പ്രൊജക്ട് ഓഫീസിൻ ഫേസിന്റെ നേതൃത്വത്തിൽ നിവേദനവും നൽകി. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. നാസിർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശിവപ്രസാദ്, സെക്രട്ടറി രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കമൽദേവ് MA, L. ലൈജു, അനുരാജ് PV എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ആ ഗ്രൂപ്പിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങളുടെ സഹിഷ്ണുതയോടെ കേൾക്കാനും അതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകാനും എല്ലാവർക്കും കഴിയും. അപ്പോഴാണ് ആ ഗ്രൂപ്പ് ആകുന്നത്. അല്ലാതെ എനിക്ക് മാത്രം ഞാനൊരു ഗ്രൂപ്പുണ്ടാക്കി ഞാൻ അഡ്മിനായിട്ട് ഇരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഏകാധിപത്യമാണ്. അപ്പം ഞാൻ പറയുന്നതിനാ നിങ്ങൾ കേൾക്കൂ, നിങ്ങളാരും അത് പറയുന്നത് എനിക്ക് കേൾക്കണ്ട, ഞാൻ റേഡിയോ ആണ് എന്ന് പറയുന്നതിന് തുല്യമാണ് അഡ്മിനുണ്ട്. അവിടെ അനാവശ്യമായ ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കാമെന്ന് നമ്മൾ നേരത്തെയും അത് പറഞ്ഞിട്ടുള്ളതാണ്. മറിച്ച് സംരംഭകരുടെ ആവശ്യങ്ങൾ അത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തുന്നത്, അത് കൃത്യമായി നമുക്ക് നടപടികൾ ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ നമുക്കിത് ജില്ലാ ഓഫീസിൽ രേഖപ്പെടുത്താറുണ്ട്. അതിനായിട്ടുള്ള അടിസ്ഥാന പ്രമേയം സംസ്ഥാന കമ്മിറ്റി നിയോജകർക്കുള്ള പ്രമേയമാണ് നമ്മൾ ഇതിനോടൊപ്പം സമർപ്പിക്കാൻ പോകുന്നത്. തുടർ സമര പരിപാടികൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യും. അത് നമ്മൾ ജില്ലയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.